കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ രൂക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി രംഗത്തെത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രപതിക്ക് ആജ്ഞ കൊടുക്കുന്ന രീതിയിലേക്ക് കോടതി മാറിയിട്ടുണ്ടോ എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഉപരാഷ്ട്രപതിയെ കോടതി പുറത്താക്കുമോ സാർ? സാധ്യതയുണ്ടോ? സാറിന് എന്താണ് തോന്നുന്നത്? ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഈ രാജ്യത്ത് നമ്മൾ ഭയക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് കോടതികൾ അല്ലെങ്കിൽ ജഡ്ജിമാർ, കോടതി ജഡ്ജി ഇരിക്കുന്നിടമെല്ലാം കോടതി, ജഡ്ജിമാർ കോടതികളൊക്കെ പോകും. നമ്മൾ തമാശ രൂപേണ ആദ്യം പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ വന്ന ഒരു അല്ലെങ്കിൽ ജഡ്ജിമെന്റ് അല്ല പ്രശ്നം. നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളുടെ ഭാഗമായിട്ടുള്ളവർ നമ്മുടെ കോടതികളിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സംശയിക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി ജഡ്ജിമെന്റുകൾ വരുന്നു. ഇപ്പം ഏറ്റവും അവസാനം നമുക്ക് ആദ്യത്തെ കാര്യം തമിഴ്നാട്ടിലെ ജഡ്ജിമെന്റിന്റെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വന്ന ജഡ്ജിമെന്റിന്റെ കാര്യം പറഞ്ഞിട്ട് പുറകോട്ട് ഒന്ന് രണ്ട് ജഡ്ജിമെന്റ് പരിശോധിക്കാം. അന്നേരം പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. കാരണം തമിഴ്നാട്ടിലെ ഒരു ജഡ്ജിമെന്റ് എന്ന് പറഞ്ഞാൽ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കുന്നു. കൂടാതെ പിന്നെ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കുന്നു. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് ഉണ്ട്, ഭരണഘടനയുടെ പ്രിവിലേജ് ഉണ്ട് ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒക്കെ. ചില കാര്യത്തിനകത്ത് അവരുടെ പേരിൽ അല്ലെങ്കിൽ കാര്യ കേസ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് ഭരണഘടനയെ അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. ഭരണഘടനയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഭരണഘടനാ ലംഘനങ്ങൾ ബില്ലുകൾക്കകത്തും അല്ലെങ്കിൽ രാജ്യത്തുടനീളം നടക്കുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതികൾ പരിശോധിച്ച് ഭരണഘടനാ ലംഘനം ജനാധിപത്യ സംവിധാനത്തിനകത്തുകൂടി വരുന്ന സർക്കാരുകൾ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ കോടതികളുടെ റോൾ എന്ന് നമുക്ക് ഒരു സാധാരണ രീതിയിൽ, സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. പക്ഷെ ഇപ്പം വരുന്നത് കോടതികൾ ആണ് എല്ലാം, അല്ലെങ്കിൽ താല്പര്യങ്ങൾ, ജഡ്ജിമാരുടെ താല്പര്യങ്ങൾ നിയമങ്ങളായി വരുന്നോ എന്നുള്ള രീതിയിൽ സംശയിക്കേണ്ട രീതിയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നു. ഇപ്പം ഇതിനകത്ത് ഗവർണർക്ക് പരമാധികാരമുണ്ട്. ഗവർണർക്ക് ഒരു ബില്ല് ഒപ്പിടുന്നതിന് സമയപരിധി ഒന്നും ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. രാഷ്ട്രപതിയോട് ഈ സുപ്രീം കോടതി ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോളണം, ഇങ്ങനെ ചെയ്തോളണം, അങ്ങനെ അല്ലെങ്കിൽ ആജ്ഞ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തിട്ടൂരവും ഭരണഘടനയിൽ ഇല്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ആ സ്ഥാനത്താണ് ഗവർണറുടെ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന ബില്ലിന് 1 മാസം അല്ലെങ്കിൽ കാലാവധി, അല്ലെങ്കിൽ അത് ഈ പറയുന്ന രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ 3 മാസം കാലാവധി ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ബില്ല് 2 വട്ടം അല്ലെങ്കിൽ ബില്ല് തിരിച്ചയച്ചാൽ വീണ്ടും പാസ്സാക്കി വന്നാൽ ബില്ല് ഒപ്പിടണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ബില്ല് നിയമമായി വരുന്ന ഒരവസ്ഥ. അത് രാഷ്ട്രപതിയുടെ കാര്യത്തിലും അങ്ങനെ തീരുമാനിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നാളെ കാലത്തെ ഫെഡറൽ സംവിധാനത്തിന് തകരാറുണ്ടാക്കുന്നു. അല്ലെങ്കിൽ രാജ്യത്ത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമം ഈ വേറെ ചില കാര്യങ്ങൾക്ക് വഴിമരുന്നിടുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇതിന് ശേഷമാണ് സ്റ്റാലിൻ അവിടെ ഒരു നിയമസഭയിൽ അദ്ദേഹം ഒരു പ്രമേയം കൊണ്ടുവരുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് എന്തൊക്കെ അധികാരമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വയംഭരണ അധികാരം, അല്ലെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റിന് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ വെച്ചിട്ടുള്ള ഒരു 3 അംഗ സമിതിയെ തീരുമാനിക്കുന്നു. അതായത് ഒരു സംസ്ഥാനത്തിന് സ്വയം ഭരണത്തിലേക്ക് പോകുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനമാണോ എന്ന് സംശയിച്ചാൽ നമ്മൾക്ക് അതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇത് ഒരു ബില്ല് പാസ്സാക്കിയിട്ട് ആ ബില്ലിനകത്ത് ഈ നിയമമാണോ എന്ന് വാശി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് 2 വട്ടം തിരിച്ചയച്ചിട്ട് 2 വട്ടം ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് നിയമമാവെന്ന് പറയുമ്പോൾ നാളെ കാലത്തെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിനകത്ത് വിദ്യാഭ്യാസ അല്ലെങ്കിൽ പലതിനകത്തും നിഷ്കർഷിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. ഇതിനെതിരെയൊക്കെ ബില്ല് പാസ്സാക്കിയിട്ട് ഗവർണർ ഒപ്പിടാൻ പറയുക, ഗവർണർ 2 വട്ടം അല്ലെങ്കിൽ തിരിച്ചയക്കുക, 2 മാസം കഴിയാതെ അന്നത്താനെ നിയമമായി കഴിഞ്ഞാൽ നാളെ കാലത്തെ തമിഴ്നാട് പറയുക ഞങ്ങൾ സ്വന്തമായിട്ടൊരു രാജ്യം ഭരണഘടന എല്ലാം ഉണ്ടാക്കുക, അതിനുവേണ്ടി ഒരു ബില്ലും പാസ്സാക്കി ഗവർണർ എടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? ഇതേ രീതിയിൽ സ്വയംഭരണ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന തമിഴ്നാട് കൂട്ടി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലോ നമുക്ക് പശ്ചിമ ബംഗാൾ. അപ്പൊ ഇത്തരത്തിലേക്ക് നിയമത്തെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏത് രീതിയിലും വളച്ചൊടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം. അപ്പം രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തികൾ, ജനാധിപത്യ സംവിധാനത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തികൾ
നമ്മൾ പറയുമ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് പോലുള്ള പൈസ മുടക്കുമ്പോൾ ഇങ്ങനെ പല മേഖലയിലും മുടക്കുമെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു മേഖലയാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിക്കകത്ത് ഇത്തരത്തിലുള്ള ഈ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ആൾക്കാരുടെ ഇടപെടിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം വരുന്ന രീതിയിലേക്കാണ് ഇപ്പം ഈ പറയുന്ന പല നിയമങ്ങളും വരുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ സ്റ്റേറ്റുകൾ, പണ്ട് നമ്മള് നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് ഫെഡറൽ സംവിധാനം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് വിട്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള നിയമം ഉണ്ടാക്കി വെച്ചേക്കുക. ആ നിയമത്തിനെ അതിജീവിക്കുന്ന രീതിയിൽ ഭരണഘടനയ്ക്കകത്ത് അനുശാസിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഭരണഘടന പറയുന്ന നിയമങ്ങൾ അങ്ങനെയല്ല എന്ന് ജഡ്ജിമാര് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റാലിനെ പോലുള്ള തമിഴ്നാട് സ്വന്തം രാജ്യമാകണമെന്ന് വിചാരിക്കുന്ന നാളെ കാലത്തെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി നാളെ കാലത്തെ ബില്ലുകൾ കൊണ്ടുവരും, ഗവർണർ ഒപ്പിടുക പോലും ഉണ്ട്, അത് പാസ്സായി പോകുന്ന ഒരവസ്ഥ. ഇതുപോലെ നമുക്കറിയാം, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കേസ് വന്നു. അഴിമതിക്കാരനാണെന്ന് കണ്ട് അയാളെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞപ്പോൾ അത്തരത്തിൽ അയാൾ അഴിമതിയെ നടത്തിയിട്ടില്ല, ഈ കേസിന്റെ FIR ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിന് പോലും കൊടുത്തില്ല. ജനത്തിന് അറിയില്ല, ജാമ്യത്തിന് പോലും കൊടുത്തിട്ടില്ല. ആ വക്കീലിന്റെ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വക്കീലിന്റെ ഒരു നിരീക്ഷണമോ അത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു. ജാമ്യത്തിന് കൊടുക്കാത്ത ആളിന് സുപ്രീം കോടതി സ്വയമായിട്ട് അങ്ങ് ജാമ്യം കൊടുത്തു. നിങ്ങൾ പോയി ലോക്സഭാ ഇലക്ഷന് പ്രചരണമൊക്കെ നടത്തിയിട്ട് ഒരു 20 ദിവസം, സാറേ എനിക്ക് ജാമ്യം വേണ്ട, ഒക്കത്തില്ല, നിങ്ങൾ ഇറങ്ങിയൊക്കത്തുള്ളൂ, ജാമ്യം വേണ്ട, ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാത്ത ഒരു വലിയ ED കേസെടുത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അകത്തിട്ടിരിക്കുന്ന ഒരു കുറ്റവാളിക്ക് ഈ പറയുന്നത് പോലുള്ള സുപ്രീം കോടതി തന്നെത്താൻ ജാമ്യം കൊടുക്കും. ഇതിന്റെ പുറകിൽ ആരുടെ താല്പര്യമാണ്? അതായത് അയാളെ ഇറക്കി വിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യം, അയാള് പരിശോധിച്ചപ്പോൾ അയാൾ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അയാൾക്ക് ജുഡീഷ്യറിയുടെ പ്രത്യേക മാർക്ക്, ആ സമയത്ത് തന്നെ കവിത അകത്ത് കിടക്കുക, ആ സമയത്ത് തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി അകത്ത് കിടക്കുക, അവര് ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അകത്ത് കിടക്കുക, അവർക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കൊടുക്കാത്ത ഇയാൾക്ക് ജാമ്യം. മനസ്സിലായില്ലേ? അപ്പൊ കോടതി പല ഘട്ടങ്ങളിലും ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കുന്നതിന് നിൽക്കുന്ന വിഘടന ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ആൾക്കാർ സംശയിച്ചു പോയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ജഡ്ജിമാരുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ തെറ്റു പറയാൻ പറ്റില്ല. ഏറ്റവും അവസാനം ഇന്നലെ ഉപരാഷ്ട്രപതി അത് പറഞ്ഞു, ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് തീ പിടിച്ചെന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് വന്ന 15 കോടി രൂപ അവിടെ എവിടെയും കിടക്കുക, വാരിക്കൂട്ടി ഇട്ടേക്കുക. ഈ 15 കോടി രൂപ അവിടെ കിടന്നിടക്ക് റിപ്പോർട്ട് ചെയ്തിടക്ക് ഇന്ത്യയിലുടനീളം ലോകത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ട് ആ ജഡ്ജി എന്ത് ചെയ്യേ? അയാളുടെ പേരിൽ FIR ഇട്ടിട്ടില്ല. പ്രിവിലേജ് ഉള്ളത്, ഇവരിപ്പോ പറയുന്നത് പ്രിവിലേജ് ഉള്ളത് FIR പോലീസിന് സ്വന്തമായി ഇടാൻ പറ്റാത്തതിലും പ്രിവിലേജ് ഉള്ളത് ഗവർണർക്കും അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ, ജഡ്ജിക്ക് പോലും ഇല്ല. എന്നിട്ട് ആ ജഡ്ജിയുടെ പേരിൽ ഇതുവരെ കേസില്ല. അറിയാമോ? അയാൾ വളരെ തന്ത്രപരമായിട്ട് ആൾക്കാരുടെ ഇടയിൽ ചർച്ച വരുന്നത് കൊണ്ട് അവിടെ നിന്ന് മാറ്റി, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ മറ്റേത് മാറ്റി, മറിച്ചത് മാറ്റി. ഇപ്പൊ അയാളുടെ ട്വിറ്ററിലേ ഇല്ലല്ലോ. അതായത് ജഡ്ജിമാർക്ക് എന്തും ചെയ്യാം. ജഡ്ജിമാരപ്പം ഏത് രീതിയിലാണ് ജഡ്ജിമെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യം ആൾക്കാർ സംശയിച്ച കുറ്റം പറയാനൊക്കുവോ? അയാളുടെ വീട്ടിൽ എങ്ങനെ 15 കോടി രൂപ വന്നേ? 15 കോടി രൂപ ഇത്രയും നിസ്സാരമായിട്ട് അയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ കാർ പോർച്ചിലും അവിടെ എവിടെയും കിടക്കണമെങ്കിൽ അയാൾ എത്ര കോടി രൂപയുടെ കസ്റ്റഡിയിൽ കാണും? നിസ്സാരമായിട്ട് നമ്മൾ 10-20 രൂപ വെളിയിൽ പോയിട്ട് വരുമ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് മേശപ്പുറത്ത് വെച്ചേക്ക് പോകുന്ന പോലെ ജഡ്ജിയുടെ വീട്ടിൽ 15 കോടി രൂപ കിടന്നത് കത്തിപ്പോയി കുറെ. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കി വേറെ വല്ലവരും ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഈ കോടതി വെറുതെ വിടുമോ? സ്വയമേ റോഡിൽ പട്ടി അല്ലെങ്കിൽ ഇടിച്ച് ചത്തു കഴിഞ്ഞാൽ കേസെടുക്കുന്ന കോടതിയൊക്കെയാ. ഈ പറഞ്ഞ ഈ ജഡ്ജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. അതുപോലെ ഇതുപോലെ തന്നെ ചില താല്പര്യങ്ങൾ. ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന ആള് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ ഈ കേന്ദ്ര ഗവൺമെന്റിനെ ഉൾപ്പെടെ നിരന്തരമായിട്ട് വിമർശിക്കുകയും, അല്ലെങ്കിൽ വേറെ ഒരു ഭാഗമാണെന്നും അല്ലെങ്കിൽ നാളെ കാലത്തെ ഈ വിഘടിപ്പിക്കണമെന്ന് പറയുന്ന ആശയമുള്ള ഒരാളുടെ കാര്യമാണ് ഈ പറയുന്ന ബില്ലിന്റെ രൂപത്തിൽ ഇപ്പം ഒരു വലിയ ഒരു നാളെ വിഘടനവാദികൾ ശക്തികൾക്ക് സഹായമാകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നിയമം പാസ്സാക്കിയിട്ട് 2 ജഡ്ജിമാരിക്കുന്നത്. വെറും 2 ജഡ്ജിമാർ, ഭരണഘടനാ ബെഞ്ച് പോലുമല്ല, വെറും 2 ജഡ്ജിമാരാണ് ഈ തീരുമാനം കൊണ്ടുവന്നത്. ഒരു ദിവസം കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ ഇതിനെപ്പറ്റി പഠിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജിനെ തീരുമാനിച്ചല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ? ഭരണഘടനയൊക്കെ കുറച്ച് പഴകിയില്ലേ, നമുക്ക് അതൊക്കെ പുനർചിന്തനം നടത്തണ്ടേ, അപ്പൊ ഇതിനകത്തൊക്കെ ശരിയും തെറ്റുകളും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. പണ്ട് റഷ്യയുടെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? റഷ്യയിൽ ഇങ്ങനെ ചെയ്തതല്ലേ? റഷ്യ ചെയ്തതിന്റെ എന്താ? റഷ്യ എത്ര ആയി വീടിച്ചു, റഷ്യ പാപ്പരായി പോയല്ലേ, ഇപ്പോഴും വീണ്ടും രക്ഷപ്പെട്ടത്. റഷ്യയിൽ ഇതുപോലെ ഓരോ കൂട്ടിച്ചേർത്തിരുന്ന ഓരോ സ്റ്റേറ്റുകളും അവർക്ക് സ്വയംഭരണം വേണമെന്ന് പറഞ്ഞ് വിഘടിച്ചു പോയി, അല്ലെങ്കിൽ വിടിപ്പിച്ച് വിട്ടു, ആ രാജ്യത്തെ നശിപ്പിച്ചു. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു, ആ രാജ്യത്തെ നശിപ്പിച്ചു. ഇപ്പോഴും ഈ പറഞ്ഞ ഉക്രൈനും റഷ്യ തമ്മിൽ എന്തോ അവരെല്ലാം ഒന്നിച്ചിരുന്നതല്ലേ, അടി ഉണ്ടാകുന്നുണ്ടില്ലേ? പല രാജ്യങ്ങളും വിടിച്ച രാജ്യങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക.
ഇപ്പൊ ഈ രീതിയിൽ ഇന്ത്യ വിഭജിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ജനാധിപത്യത്തിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ പല പല ബില്ലുകൾ വരുമ്പോൾ, ജനാധിപത്യത്തിന് ഉതകുന്ന ബില്ലുകൾ വരുമ്പോൾ അതിനെതിരെ സമരം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷൻ മോശമാണെന്ന് വരുന്ന ഒരു ചർച്ച വരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ വിഘടനവാദ ശക്തികളാ. ഇതുപോലെ തന്നെ ഈ വിഘടനവാദ ശക്തികൾക്ക് കൂട്ടുപിടിക്കുന്ന, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള നിയമജ്ഞന്മാരും ഉണ്ടോ എന്ന് സംശയിച്ചു പോയാൽ അതിനകത്ത് കുറ്റം പറയാൻ ഒക്കുന്ന ഒരു അവസ്ഥയില്ല. അതേ രീതിയിലേക്കാ ഇപ്പൊ ഏറ്റവും അപകടകരമായിട്ടുള്ള ആ ഒരു ഇതാണ്, ഒരു നിയമമാണ് കഴിഞ്ഞ ദിവസം ഈ ബില്ല് പാസ്സാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബില്ലിന് ഈ സമയപരിധി ഇല്ല, രാഷ്ട്രപതിക്കെതിരെ താക്കീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന നാളെ കാലത്ത് ഈ പറയുന്ന ഉപരാഷ്ട്രപതി കസേര കാണുമെന്ന് അറിയത്തില്ല. കാരണം ഇത് കോടതി ഇല്ലേ, കോടതി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കോടതി സ്വയം അങ്ങോട്ട് വിളിച്ചു കൂട്ടും, അതുപോലെ കേസെടുക്കും. അതുപോലെ സ്വയം കേസെടുക്കുന്നു കോടതി, സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ജഡ്ജിമാര്, ഉപരാഷ്ട്രപതി നാളെ തൊട്ട് വേണ്ട, അല്ലെ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തീർന്നില്ലേ? കോടതി പറഞ്ഞു എന്തോ പറയാനൊക്കും? നമ്മുടെ പാകിസ്ഥാനിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ഒക്കെ രാജ്യത്തെ അട്ടിമറിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കോടതിയൊക്കെ എടുത്ത് ഊരെ കളഞ്ഞേക്കുന്നൊക്കെ രീതി. അല്ലെങ്കിൽ സുപ്രീം കോടതി പറയുന്നു അയാളെ പിടിച്ചകത്തിട്, ഒരു കാരണവുമില്ലാതെ. പാകിസ്ഥാനിൽ പലരോടും സംഭവിച്ചിട്ടുണ്ട്. പട്ടാളം പറയുന്നു. ഇപ്പൊ ഇതേ രീതിയിലൊക്കെ കാര്യങ്ങൾ തോന്നിപ്പിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തിൽ വരാൻ സാധിക്കാത്തവരെ സഹായിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ സുപ്രീം കോടതിയും അല്ലെങ്കിൽ മറ്റു പല ജഡ്ജിമാരും അങ്ങനെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിയമത്തെ ഭരണഘടനയ്ക്കപ്പുറം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയമത്തെ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഏത് രീതിയിൽ പരിശോധിക്കാൻ ഒക്കും എന്നുള്ള ഒരു നിയമം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമജ്ഞനൊന്നും അല്ല. ഏതായാലും സാധാരണക്കാരന് പോലും തോന്നുന്ന ഒരവസ്ഥ, കോടതി ഇതേ രീതിയിൽ, ചില ജഡ്ജിമാർ ഇതേ രീതിയിലൊക്കെ നിയമം പാസ്സാക്കുമ്പോൾ അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്കും ഒക്കെ, അല്ലെങ്കിൽ വിഘടനവാദിക സുരക്ഷയെ ഒക്കെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ വിഘടനവാദ ശക്തികളെ, രാജ്യത്തെ ശിഥിലപ്പെടുത്താൻ നിൽക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇത് സഹായമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഏതായാലും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ട് വേണ്ട രീതിയിലുള്ള തിരുത്തൽ വരുത്തുന്നതാവും നന്നാവുക. അങ്ങനെ ഏത് രീതിയിൽ തിരുത്തൽ വരുത്താനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. ഏതായാലും തിരുത്തിയില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. നാളെ പാലതേ തമിഴ്നാട് കേന്ദ്രത്തെ അംഗീകരിക്കാതാവും, പശ്ചിമബംഗാൾ അംഗീകരിക്കാതാവും. ഇപ്പൊ തന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി കോടതിയെ പോലും അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശൈലി ഏതാണ്ടൊക്കെ അത് തന്നെയാണ്. അയാളുടെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കുന്ന ഒരു കോടതി വിധി വന്നതിന് ശേഷം അയാൾ രണ്ടാമതെടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണ അവകാശം എങ്ങനെ നടത്താമെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനാണ്. അതിനുശേഷം തമിഴ്നാട് സ്വയംഭരണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണറുടെ മുമ്പിൽ കൊണ്ടുവച്ച്, ഗവർണർ തള്ളി, 2 വട്ടം തള്ളുമ്പോൾ നിയമമായിട്ട് വന്ന് നാളെ കാലത്ത് തമിഴ്നാട് ഒരു പ്രത്യേക രാജ്യമാകുമോ എന്നൊക്കെ സംശയിച്ചാലും കുറ്റം പറയാൻ ഒക്കുന്ന അവസ്ഥയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.